നമസ്കാരം, ഞാൻ ഉന്മേഷ് വിരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. ക്രമക്കേട് ആരോപണം ഉയർന്ന നീറ്റ് പ്രവേശന പരീക്ഷ കേന്ദ്ര സർക്കാർ റദ്ദാക്കില്ല. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. ഇതുവരെ ഉണ്ടായതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. രാജ്യത്ത് നോൺ സ്റ്റോപ്പ് ചോദ്യപേപ്പർ ചോർച്ച നടക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. നീറ്റ്, UGC, നെറ്റ് പരീക്ഷകളിൽ ക്രമക്കേട് ഉയർന്നതോടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ക്ലീൻ ചീറ്റ് നൽകുന്നില്ല. ക്രമക്കേടുകളിൽ NTA ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രതികരിച്ചു. സംഭവത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും ഉന്നത സമിതി നിയോഗിച്ച് NTA പ്രവർത്തനങ്ങൾ സുതാര്യത ഉറപ്പാക്കുമെന്നും ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. This question leak is a institutional failure from NTA. That's why we are assuring you there will be a reform committee, action will be taken, responsibility will be fixed. ബീഹാറിലെ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ പോലീസ് വിശദമായ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും. UGC നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ഡാർക്ക് വെബിൽ ചോർന്നുവെന്ന വെളിപ്പെടുത്തലും മന്ത്രി നടത്തി. യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കഴിയുന്നില്ല എന്നായിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പരിഹാസം. That the reason this is happening and the reason you're suffering is because an independent, objective education system has been demolished and it has been replaced by an education system that is captured by the BJP, captured by their parent organization. And until this capture is released, you are going to suffer. You are going to see cancellations of your exams. You are going to see paper leaks again and again and again. നീറ്റ് പരീക്ഷാർത്ഥികളുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി. രാഹുൽ ഗാന്ധി പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതായി പരീക്ഷാർത്ഥികൾ പറഞ്ഞു. 24 ഡൽഹി. UGC നെറ്റ് ചോദ്യപേപ്പർ ചോർച്ച ക്രമക്കേടിൽ CBI FIR രജിസ്റ്റർ ചെയ്തു. വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ പരാതിയിലാണ് നടപടി. ഡാർക്ക് വെബിൽ ചോദ്യപേപ്പർ ചോർന്നുവെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു കിട്ടിയെന്ന വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ. മൊഴി നൽകിയത് ബീഹാറിൽ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ അറസ്റ്റിലായ വിദ്യാർത്ഥിയാണ്. നീറ്റ് ക്രമക്കേടിൽ പുനഃപരീക്ഷ ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ കേന്ദ്രത്തിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. പരീക്ഷയ്ക്കെതിരായ ഹർജികളിൽ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. പരീക്ഷാ ക്രമക്കേടിൽ തെരുവുകളിൽ നിന്നും പ്രതിഷേധമുണ്ടായി. ബീഹാറിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് വിദ്യാർത്ഥിയുടെ നിർണായക മൊഴി. തനിക്ക് ബന്ധു ചോർത്തി നൽകിയ ചോദ്യപേപ്പർ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറുമായി പൊരുത്തമുണ്ടെന്ന് അറസ്റ്റിലായ വിദ്യാർത്ഥി അനുരാഗ് യാദവ് സമസ്തിപൂർ പോലീസിന് മൊഴി നൽകി. ഇതിനു പിന്നാലെ ഈ വിദ്യാർത്ഥിയുടെ ബന്ധുക്കൾ വഴി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് നേരെയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർത്തി നൽകാൻ വൻ മാഫിയ പ്രവർത്തിച്ചിരുന്നതായാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ധർമ്മേന്ദ്ര പ്രധാന്റെ വസതിക്ക് മുന്നിൽ NSUAയും SFI വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് മുൻപിലും പ്രതിഷേധിച്ചു. പ്രതിഷേധം ശക്തമായതോടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ ഹൈക്കോടതികളിൽ തീർപ്പാക്കാതെ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്ന NTA ആവശ്യത്തിൽ സുപ്രീം കോടതി ഇടപെട്ടു. ഹൈക്കോടതികൾക്ക് മുൻപാകെയുള്ള കേസുകൾ സ്റ്റേ ചെയ്തു. 24 ഡൽഹി. ഇടുക്കി അടിമാലി കല്ലാറിൽ ആന സഫാരി കേന്ദ്രത്തിൽ പാപ്പാനെ ആന ചവിട്ടിക്കൊന്നു. കാസർഗോഡ് നീലേശ്വരം സ്വദേശി ബാലകൃഷ്ണനാണ് മരിച്ചത്. കല്ലാറിൽ പ്രവർത്തിക്കുന്ന കേരള സ്പൈസസ് എന്ന ആന സവാരി കേന്ദ്രത്തിലാണ് സംഭവം. വിനോദസഞ്ചാരിയെ ആനപ്പുറത്ത് കയറ്റാൻ ശ്രമിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. ബാലകൃഷ്ണനെ തട്ടിവീഴ്ത്തിയ ശേഷം ആന ചവിട്ടുകയായിരുന്നു. മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതേസമയം സംഭവത്തിൽ വനമന്ത്രി AK ശശീന്ദ്രൻ റിപ്പോർട്ട് തേടി. ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇടുക്കി സോഷ്യൽ ഫോറസ്ട്രി ACFന് നിർദ്ദേശം നൽകി. ദീപക് ധർമ്മടം ചേരുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട്. ദീപക്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനധികൃതമായി പ്രവർത്തിക്കുന്ന ഒരു ആന സവാരി എന്നുള്ളതാണ് സർക്കാരിന് പ്രാഥമികമായ വിവരം ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വനമന്ത്രി AK ശശീന്ദ്രൻ അടിയന്തര റിപ്പോർട്ട് തേടിയിരിക്കുന്നു. അതായത് നേരത്തെ വനം വകുപ്പ് അധികൃതർ 2 പ്രാവശ്യം നോട്ടീസ് നൽകിയ ഒരു സ്ഥാപനം അനധികൃതമായി എങ്ങനെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നു, അങ്ങനെയാണെങ്കിൽ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ പ്രാദേശികമായുള്ള ഒരു മൗനാനുവാദം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് ഈ മരണം, ബാലകൃഷ്ണന്റെ മരണത്തിനിടയാക്കിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ വേണ്ടി ഇടുക്കിയിലെ സോഷ്യൽ ഫോറസ്ട്രി ACFന് അടിയന്തര നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. അതിനുശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നാണ് വനമന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചത്. ഉന്മേഷ്. ശരി, ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.
ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം. മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായി 3 മാസം തികയാനിരിക്കെയാണ് കെജ്രിവാളിന് ജാമ്യം കിട്ടിയത്. ജാമ്യത്തുകയായി 1 ലക്ഷം രൂപ കെട്ടിവെക്കണം. കെജ്രിവാൾ നാളെ ജയിൽ മോചിതനാകുമെന്ന് ആം ആദ്മി പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ആദ്യമായാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയും നിലവിലെ മുഖ്യമന്ത്രിയും പ്രതി ചേർക്കപ്പെട്ടത്. ഇടയ്ക്ക് ലഭിച്ച താൽക്കാലിക ജാമ്യമൊഴിച്ചാൽ 3 മാസത്തോളമായി അരവിന്ദ് കെജ്രിവാൾ തീഹാർ ജയിലിൽ കഴിയുകയാണ്. കള്ളപ്പണ ഇടപാടുകാരനായ ഒരു വ്യക്തിയുമായി കേജ്രിവാൾ ആശയവിനിമയം നടത്തിയതായി ED ആരോപിച്ചിരുന്നു. ഇതിന്റെ തെളിവായി രേഖകൾ ഉൾപ്പെടെ കുറ്റപത്രത്തിൽ ED ഉൾപ്പെടുത്തുകയും ചെയ്തു. ED ഹാജരാക്കിയ രേഖകൾ തനിക്കെതിരെയുള്ള തെളിവല്ലെന്ന വാദം അംഗീകരിച്ചാണ് കോടതി കേജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. ജാമ്യം നൽകാനുള്ള നീക്കത്തെ ED ശക്തമായി എതിർത്തു. കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നായിരുന്നു EDയുടെ വാദം. ജാമ്യം ലഭിച്ച അരവിന്ദ് കെജ്രിവാൾ നാളെ ജയിൽ മോചിതനാകും. ജാമ്യവ്യവസ്ഥകൾ ഉച്ചയോടുകൂടി പൂർത്തിയാക്കുമെന്ന് ആം ആദ്മി പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇടക്കാല ജാമ്യം ലഭിച്ചതിന് സമാനമായി വലിയ സ്വീകരണം ഒരുക്കാനാണ് പാർട്ടി തീരുമാനം. 24 ഡൽഹി. എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമാണ് കണ്ടെത്തിയത്. 46 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതിൽ 19 സാമ്പിളുകളിലും ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനെതിരെ CPIM സംസ്ഥാന കമ്മിറ്റിയിൽ അതിരൂക്ഷ വിമർശനം. EP ജയരാജന് വിവാദ വ്യക്തിത്വങ്ങളുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നും ഇടതുമുന്നണി കൺവീനർ പാർട്ടി വളയത്തിന് പുറത്താണെന്നും വിമർശനം ഉയർന്നു. BJP ബന്ധവിവാദമടക്കം തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടിയായെന്നും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ശൈലി മാറ്റാതെ തിരുത്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് കാരണം ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കാൻ കഴിയാതിരുന്നതാണെന്ന് സംബന്ധിച്ച് CPIM തെറ്റിദ്ധാരണ തിരുത്താൻ ജനങ്ങളിലേക്ക് പാർട്ടി ഇറങ്ങിച്ചെല്ലുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. SNDP യോഗ നേതൃത്വത്തിലെ ചിലർ BJP അജണ്ട നടപ്പാക്കാൻ വേണ്ടി പ്രവർത്തിച്ചുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സർക്കാരിന്റെ മുൻഗണനാക്രമത്തിൽ മാറ്റം വരുത്താനും സംസ്ഥാന നേതൃയോഗത്തിൽ തീരുമാനിച്ചു. കഴിഞ്ഞ കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങളാണ് 5 ദിവസത്തെ സംസ്ഥാന നേതൃയോഗങ്ങളിൽ കണ്ടത്. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ CPIM ആത്മവിമർശനം നടത്തുകയാണ്. തിരഞ്ഞെടുപ്പ് ഫലത്തിനു പിന്നാലെ വോട്ടിംഗ് ശതമാനവും കണക്കുകളും നിരത്തി പ്രതിരോധിച്ച CPIM ആ ശൈലി മാറ്റിപ്പിടിച്ചു. ജനങ്ങളെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടതാണ് പരാജയ കാരണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി തന്നെ വിശദീകരിച്ചു. UDFിന് 18 സീറ്റ് നേടാനായി, ഒരു സീറ്റ് BJPക്കും നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ മറ്റൊരു കാര്യം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 2019 പോലെ ഒരു സീറ്റ് മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂ. കേരളത്തിൽ ഏറ്റുമുട്ടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDFും തമ്മിലാണ്. ഇത് കേരളത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ളൊരു പരിമിതിയാണ്. ദേശീയ തലത്തിൽ സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസിനാണ് സാധ്യതയെന്ന ജനങ്ങളുടെ ചിന്തയും ക്ഷേമപ്രവർത്തനങ്ങൾ മുടങ്ങിയതും മറ്റൊരു കാരണമായെന്നും വിലയിരുത്തൽ. പാർട്ടിയുടെ അടിസ്ഥാന വോട്ടായ ഈഴവ സമുദായത്തിലെ വോട്ട് ചോർച്ച ഗൗരവമായിട്ടാണ് CPIM കാണുന്നത്. ഈഴവ വോട്ടുകൾ ചോർന്നതിന് കാരണം SNDP നേതൃത്വത്തിലെ ചിലരുടെ സംഘപരിവാർ അനുകൂല നിലപാടാണെന്ന് CPIM വിലയിരുത്തുന്നു. ചില ക്രൈസ്തവ വിഭാഗങ്ങളും BJPക്കൊപ്പം നിന്നു. നല്ല രീതിയിൽ നിരവധി മേഖലയിൽ BJPക്ക് അനുകൂലമായി, RSSന് അനുകൂലമായി, സംഘപരിവാറിന് അനുകൂലമായി അത്തരം വോട്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ മുഖ്യമന്ത്രി ശൈലി മാറ്റുമോ എന്ന ചോദ്യത്തിന് MV ഗോവിന്ദന്റെ മറുപടി ഇങ്ങനെ: നിങ്ങളിപ്പോൾ കുറെ കൊല്ലായാലോ ഇത് പറയാൻ തുടങ്ങി. എന്നിട്ട് തന്നെയല്ലേ ഞങ്ങൾ 99 സീറ്റ് കിട്ടി. രണ്ടാം ഗവൺമെന്റ് വന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു ഗവൺമെന്റ് രണ്ടാമത്തെ ഭരണത്തിൽ വരുന്നത്. അന്നും പിണറായി തന്നെയായിരുന്നല്ലോ. നിങ്ങളിപ്പോഴും കുറച്ച് ആൾ കൂടി ചേർന്നിട്ട് പിണറായിയെ ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ച് ഒരു ജനങ്ങൾക്കിടയിൽ ഒരു ഇമേജ് വേറെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ്. അതിനൊന്നും CPIM വഴങ്ങുന്ന പ്രശ്നമില്ല. പാർട്ടി പരിപാടി അനുസരിച്ച് സർക്കാരിന്റെ മുൻഗണനാക്രമങ്ങളിൽ മാറ്റം വരുത്താനും സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട്. ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 4 മേഖലാ യോഗങ്ങളും നടത്തും. ജനങ്ങളെ കേൾക്കാൻ പ്രാദേശിക തലത്തിലും യോഗങ്ങൾ സംഘടിപ്പിക്കും. 24 തിരുവനന്തപുരം. ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ CPIM സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ രൂക്ഷമായ വിമർശനം. മുഖ്യമന്ത്രിയെ കൂടാതെ മറ്റ് ചില അധികാര കേന്ദ്രങ്ങളും പോലീസിനെ നിയന്ത്രിക്കുന്നു. തൃശൂർ പൂരത്തിലെ പോലീസിന്റെ വീഴ്ച സുരേഷ് ഗോപിക്ക് വേണ്ടിയായിരുന്നുവെന്നും വിമർശനമുണ്ടായി. സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുത്തിരുന്നുവെങ്കിലും മുഖ്യമന്ത്രി വിമർശനങ്ങൾക്ക് മറുപടി നൽകിയില്ല. മുഖ്യമന്ത്രിയുടെ വകുപ്പായ ആഭ്യന്തര വകുപ്പാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും അധികം വിമർശനങ്ങൾ കേട്ടത്.
എന്നാൽ മുഖ്യമന്ത്രിയുടെ വകുപ്പിനെ നേതൃയോഗങ്ങളിലെ വിമർശനങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്ന പതിവ് രീതി ഇക്കുറി ഉണ്ടായില്ല. ആഭ്യന്തര വകുപ്പിനെതിരെയും കണക്കിന് വിമർശനങ്ങൾ ഉയർന്നു. സർക്കാരിനെ വികൃതമാക്കുന്ന നടപടികൾ പോലീസിൽ നിന്നുണ്ടായി. IG റാങ്കിന് മുകളിലുള്ള ചില ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം തിരിച്ചടിയായി. മുഖ്യമന്ത്രിയെ കൂടാതെ മറ്റു ചില അധികാര കേന്ദ്രങ്ങളും പോലീസിനെ നിയന്ത്രിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തലുണ്ടായി. ഗുണ്ടാക്രമണങ്ങൾ നേരിടുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു. തുടർച്ചയായ കൊലപാതകങ്ങൾ ഭീതി പരത്തി. സ്ത്രീ സുരക്ഷയിലും പോലീസിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടുവെന്നും വിമർശനം. മാധ്യമങ്ങൾക്കെതിരായ പോലീസ് നടപടിയും തിരിച്ചടിയായെന്ന് അഭിപ്രായമുയർന്നു. മാധ്യമങ്ങളും സർക്കാരും തമ്മിലുള്ള ബന്ധത്തെ ഇതുലച്ചു. രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധം നൽകുന്ന രീതിയിലാണ് ചില ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം. തൃശൂർ പൂരത്തിലെ പോലീസ് ഇടപെടൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയെന്നും രൂക്ഷ വിമർശനമുണ്ടായി. പോലീസിന് ഗുണ്ടാബന്ധവും പലിശപ്പണം ഇടപാടുമെന്നും ചില അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നിന്നാണ് വിമർശനമുയർന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്നത് മറ്റു ചിലരെന്ന പ്രതിപക്ഷ വിമർശനത്തിനിടെയാണ് CPIM നേതൃയോഗത്തിലും പഴികേട്ടത്. സംസ്ഥാന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നെങ്കിലും വിമർശനമുയർന്നപ്പോൾ മൗനിയായിരുന്നു. 24 തിരുവനന്തപുരം. രണ്ടാം പിണറായി സർക്കാരിലെ പുതിയ മന്ത്രിയായി മാനന്തവാടി MLA OR കേളുവിനെ തീരുമാനിച്ചു. K രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പാണ് OR കേളുവിന് ലഭിക്കുക. പാർലമെന്ററി കാര്യവകുപ്പ് MP രാജേഷിനും ദേവസ്വം VN വാസവനും നൽകാനും തീരുമാനിച്ചു. OR കേളുവിന്റെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച നടക്കും. K രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് OR കേളുവിനെ മന്ത്രിയാക്കാനുള്ള CPM തീരുമാനം. 2 പതിറ്റാണ്ടിലേറെയായി ജനപ്രതിനിധി എന്ന നിലയിൽ OR കേളു സജീവ സാന്നിധ്യമാണ്. ആദിവാസി ക്ഷേമ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ്, CPIM സംസ്ഥാന സമിതിയിലെ വയനാട് ജില്ലയിൽ നിന്നുള്ള ആദ്യ പട്ടികവർഗ നേതാവ്. ഈ മന്ത്രിസഭയിലെ വയനാട് നിന്നുള്ള ആദ്യ മന്ത്രി എന്ന പ്രത്യേകതയുമുണ്ട്. ആദ്യഘട്ടത്തിൽ പല പേരുകൾ പരിഗണിച്ചെങ്കിലും OR കേളുവിന്റെ പേരിലേക്ക് എത്താൻ 2 കാരണങ്ങൾ. സംസ്ഥാന കമ്മിറ്റി അംഗത്വമുള്ള മറ്റ് ദളിത് MLA മാർ നിലവിൽ CPIM-ലില്ല. പട്ടികവർഗ വിഭാഗത്തിൽ ആരെയും CPIM ഇതുവരെ മന്ത്രിയാക്കിയിട്ടില്ല. K രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പാണ് കേളുവിന് ലഭിക്കുക. പാർട്ടി തീരുമാനത്തിൽ സന്തോഷമെന്നും ആദിവാസി സമൂഹത്തിന്റെ വികസനത്തിലും മനുഷ്യവന്യമൃഗ സംഘർഷങ്ങളിലും ഇടതു നയരേഖ അനുസരിച്ച് പ്രവർത്തിക്കുമെന്നും OR കേളു. മന്ത്രിയാവുമ്പോൾ വ്യക്തിപരമായി ചില പ്രയോറിറ്റികൾ ഞാൻ മേഖലയിൽ കാണും. ആ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ അടിസ്ഥാന വിഭാഗത്തിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ പട്ടിണി, ദാരിദ്ര്യം പോലുള്ള കാര്യങ്ങൾ, കുട്ടികളുടെ പ്രഭാത ഭക്ഷണം പോലുള്ള കാര്യങ്ങൾ, ഉച്ചഭക്ഷണം പോലുള്ള കാര്യങ്ങൾ, സ്റ്റൈപ്പൻഡ് പോലെയുള്ള കാര്യങ്ങൾ, ലംസം ഗ്രാൻഡ് പോലെയുള്ള കാര്യങ്ങൾ, ഉന്നത വിദ്യാഭ്യാസത്തിന് പഠിക്കുന്ന കുട്ടികളുടെ സ്കോളർഷിപ്പ് പോലുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. K രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന മറ്റ് 2 വകുപ്പുകളായ പാർലമെന്ററി കാര്യം MP രാജേഷിനും ദേവസ്വം വകുപ്പ് VN വാസവനും നൽകാനാണ് തീരുമാനം. 24 തിരുവനന്തപുരം. OR കേളു മന്ത്രിപദം ഏറ്റെടുക്കുമ്പോൾ മുന്നിൽ കടമ്പകളേറെയാണ്. വയനാടിന്റെ ചുമതല ഇനി OR കേളുവിലേക്ക് എത്താനാണ് സാധ്യത. വന്യജീവി മനുഷ്യ സംഘർഷം മുതൽ ആരോഗ്യ മേഖലയിലെയും ഗോത്രമേഖലയിലെയും പ്രശ്നങ്ങളിൽ കൃത്യമായി പരിഹാരം കാണുക എന്നതാകും വെല്ലുവിളി. വയനാട്ടിലെ പ്രധാന പ്രശ്നങ്ങളിലൊന്ന് മനുഷ്യ വന്യജീവി സംഘർഷം. പ്രശ്നബാധിത മേഖലകളിലേക്ക് മന്ത്രി നേരിട്ടെത്തേണ്ടി വരും. പരിഹാര നിർദ്ദേശങ്ങൾ ഉയർത്തേണ്ടി വരും. നാട്ടുകാരെയും ഉദ്യോഗസ്ഥരെയും ഒരുപോലെ കണക്കിലെടുക്കേണ്ടി വരും. നിലവിൽ ജില്ലാ ചുമതല AK ശശീന്ദ്രനാണ്. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീട്ടിലേക്കോ പ്രശ്നബാധിത മേഖലകളിലേക്കോ മന്ത്രി എത്തിയില്ലെന്ന പരാതി ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നു. പരാതികളില്ലാതെ പ്രശ്നപരിഹാരം സാധ്യമാക്കുക എന്നതാകും ഇനി OR കേളുവിന് മുന്നിലെ കടമ്പ. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം എന്ന ആവശ്യത്തിന് ഇനി കരുത്തുകൂടും. ഭേദപ്പെട്ട ചികിത്സ കിട്ടാൻ ചുരമിറങ്ങേണ്ടി വരുന്ന സ്ഥിതിക്ക് മാറ്റം വരണമെന്ന വയനാട്ടുകാരുടെ പരാതിക്ക് കൃത്യമായ മറുപടി നൽകേണ്ടി വരും. ആദിവാസി മേഖലയിലെ അടിസ്ഥാന വിഷയങ്ങൾ ആവോളമുണ്ട്. ഇനിയും പരിഹരിക്കാത്ത ഭൂപ്രശ്നങ്ങളുണ്ട്. ചുരത്തിലെ ഗതാഗതക്കുരുക്കിന്റെ പശ്ചാത്തലത്തിൽ ബദൽ പാതകൾ വേണമെന്ന ആവശ്യമുയരുമ്പോൾ ഉത്തരം പറയേണ്ടി വരിക മന്ത്രിയാകും. രാത്രിയാത്രാ നിരോധനം, കാർഷിക പ്രശ്നങ്ങൾ, ടൂറിസം മേഖലയിലെ വെല്ലുവിളികൾ, അങ്ങനെ ജില്ലയുടെ മന്ത്രി ഇടപെടേണ്ടി വരുന്ന വിഷയങ്ങൾ അനവധിയാണ്. വാർഡ് തലം മുതൽ നിയമസഭാ തലം വരെ പ്രവർത്തിച്ചതിന്റെ അനുഭവം തന്നെയാണ് OR കേളുവിന്റെ കരുത്ത്. ജനകീയതയാണ് അടയാളം. അതിനാൽ തന്നെ കടമ്പകളെ മറികടക്കാനാകുമെന്നാണ് വയനാട്ടുകാർ പ്രതീക്ഷിക്കുന്നതും. 24 വയനാട്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ചാരിറ്റബിൾ സ്ഥാപനങ്ങളിൽ നിന്ന് മാസപ്പടി കൈപ്പറ്റുന്നു എന്ന ആരോപണവുമായി മാത്യു കുഴൽനാടൻ. സോഷ്യൽ മീഡിയയിലെ കയ്യടിക്ക് വേണ്ടി സഭയിൽ പ്രസംഗിക്കാൻ പാടില്ല എന്ന് സ്പീക്കർ AN ഷംസീറിന്റെ റൂളിംഗ്. പ്രത്യേക വിഷയവുമായി വന്ന് മാധ്യമശ്രദ്ധ നേടുക എന്ന മനോരോഗത്തിൽപ്പെട്ടവർ നമുക്കിടയിലുണ്ട് എന്നായിരുന്നു മന്ത്രി P രാജീവിന്റെ മറുപടി.
ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെ മാത്യു കുഴൽനാടന്റെ ആരോപണം. ROC അയച്ച നോട്ടീസിൽ ഓരോ മാസവും ചാരിറ്റബിൾ സ്ഥാപനങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്ക് പണം എത്തിയതായി പറയുന്നുണ്ടെന്ന് മാത്യു കുഴൽനാടൻ ആരോപിച്ചു. From the bank statement produced, it could be seen that company has been regularly, almost every month, receiving amount from various charitable organizations, institutions, etc. ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവൻ സാധാരണക്കാരനും അനാഥാലയങ്ങൾക്കും ചാരിറ്റി ഹോംസിനും പണം അങ്ങോട്ട് കൊടുക്കുന്നവരാണ്. എങ്ങനെയാണ് സാർ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു അനാഥാലയങ്ങളിൽ നിന്നും മാസപ്പടി വിഷയത്തിൽ താൻ ഉന്നയിച്ച കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന മാത്യു കുഴൽനാടൻ പറഞ്ഞതോടെ സ്പീക്കർ എതിർപ്പറിയിച്ചു. സോഷ്യൽ മീഡിയയിൽ കയ്യടി കിട്ടാൻ വേണ്ടി ഈ വിഷയം സ്ഥിരമായി ഉന്നയിക്കരുത്. ശ്രീ മാത്യു കുഴൽനാടൻ സ്ഥിരമായി ഉന്നയിക്കേണ്ട വേദിയല്ല ഇത്. നിങ്ങൾ എത്രയോ തവണ ഫ്ലോറിൽ ഉന്നയിച്ചു. നിങ്ങൾ സ്ഥിരമായി ഉന്നയിക്കേണ്ട വേദിയല്ല ഇത്. നിങ്ങൾ അത് മാത്രമല്ല, ഈ വിഷയം പെൻഡിംഗ് ബിഫോർ ദ കോർട്ടാണ്. നിങ്ങൾ പെൻഡിംഗ് ബിഫോർ ദ കോർട്ടാണ്. നിങ്ങൾക്ക് നിയമം അറിയുന്ന ആളല്ലേ? നിങ്ങൾ നിയമം അറിയുന്ന ആളല്ലേ? പെൻഡിംഗ് ബിഫോർ ദ കോർട്ടാണ്. ഇതിന് കോടതി വിധി പറയണ്ടേ? അതിനുശേഷം പറയാം. ധനാഭ്യർത്ഥനയ്ക്ക് മറുപടി പറഞ്ഞ മന്ത്രി P. രാജീവ് മാത്യു കുഴൽനാടന്റെ ആരോപണത്തെ പരിഹസിച്ചു. ഈ വിഷയം വ്യവസായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊന്നും അധികം കിടക്കാതെ എല്ലാ ദിവസവും ചില അജണ്ടകളുമായി വന്ന് അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മാധ്യമ ശ്രദ്ധ നേടുന്ന പ്രത്യേകമായ ഒരു മനോരോഗം ബാധിച്ച ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ലെന്ന ധനമന്ത്രി KN ബാലഗോപാൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകി. പെൻഷൻ കുടിശ്ശിക വേഗത്തിൽ കൊടുത്തു തീർക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. പെൻഷൻ കൊടുക്കാനെന്ന പേരിൽ ഇന്ധന സെസ് വാങ്ങിയിട്ടും കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം. പാലക്കാട് ഷോളയൂർ മരപ്പാലത്ത് കാട്ടാന ചെരിഞ്ഞു. 15 വയസ്സ് പ്രായമുള്ള പിടിയാനയാണ് ചെരിഞ്ഞത്. മരണകാരണം വ്യക്തമല്ല. വിവരങ്ങളുമായി ഇപ്പോൾ നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട്. പാലക്കാട് നിന്ന് നിഖിൽ, വിവരങ്ങൾ. ഉന്മേഷ്, അഗളി ഷോളയൂരിലാണ് കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ആനക്കട്ടി ഷോളയൂർ റോഡരികിൽ മരപ്പാലം കമ്പിഗേറ്റിനടുത്ത് വനത്തിലാണ് ഇന്ന് രാത്രി പിടിയാനയുടെ ജഡം കണ്ടത്. വനപാലകർ സ്ഥലത്തെത്തി പ്രാഥമിക നിരീക്ഷണം നടത്തി. നിരന്തരം വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള മേഖലയിലാണ് ജഡം കണ്ടെത്തിയത്. രാവിലെ വനം വെറ്റിനറി സർജനും മുതിർന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിക്കും. ഏതാണ്ട് 15 വയസ്സിന് പ്രായമുള്ള പിടിയാനയാണ് ഇത് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്ന കാര്യം. എങ്ങനെയാണ് ചെരിഞ്ഞത് എന്നുള്ളത് വ്യക്തമല്ല. ഡോക്ടർമാർ എത്തിയ ശേഷമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. ശരി നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജിനെ മാറ്റാൻ ഹൈക്കോടതിയുടെ അനുമതി. സർക്കാരിന്റെ അപേക്ഷ പരിഗണിച്ചാണ് തീരുമാനം. ഷീബ ജോർജിനെ സ്ഥലം മാറ്റാൻ തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാർ തീരുമാനമെടുത്തിരുന്നുവെങ്കിലും കോടതി തടഞ്ഞിരുന്നു. മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടക്കുന്നതിനാൽ കളക്ടറെ മാറ്റരുത് എന്നായിരുന്നു നിർദ്ദേശം. ബോംബ് നിർമ്മാണ വിവാദത്തിൽ CPIഎമ്മിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയതിന് ഭീഷണിയുണ്ടെന്ന കണ്ണൂർ എരഞ്ഞോളിയിലെ സീന സത്യം മാത്രമാണ് തുറന്നു പറഞ്ഞത്. ഭയന്ന് പിന്മാറില്ലെന്നും സീന പ്രതികരിച്ചു. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വേലായുധന്റെ അയൽവാസിയാണ് സീന. രാഷ്ട്രീയ ദുരുദ്ദേശത്തോടെയുള്ള ആരോപണം എന്നാണ് CPIഎമ്മിന്റെ നിലപാട്. ഈ വീടിന്റെ പറമ്പത്ത് നിന്ന് 3 ബോംബ് ഇവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പോലീസിനൊന്നും ഇവർ പറയാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. ഇവിടെയുള്ള ആൾക്കാർ പാർട്ടിക്കാരെടുത്തോണ്ട് പോയിട്ടുണ്ട്. അത് 10-15 വർഷം മുമ്പേ ഞങ്ങളുടെ ഈ വീട് വാടക കൊടുത്തു പോയിട്ടുണ്ട്. അപ്പോഴേ ഇതുണ്ട്. ഇപ്പൊ ഒരാൾ മരിച്ചുകൊണ്ട് ഇത് വെളിയിൽ വന്നു. ഇല്ല, ഇത് പിന്നെ ഇങ്ങനെ തന്നെ നിൽക്കും. സീനയുടെ ഈ വെളിപ്പെടുത്തൽ CPIഎമ്മിനെ തെല്ലൊന്നുമല്ല പ്രതിരോധത്തിലാക്കിയത്. അപവാദ പ്രചരണമെന്ന് CPIഎം ജില്ലാ നേതൃത്വം തന്നെ പ്രസ്താവനയിറക്കി. പ്രാദേശിക CPIഎം നേതൃത്വവും മറുപടിയുമായി രംഗത്തു വന്നു. പിന്നാലെ ഭീഷണി നേരിടുന്നുവെന്ന പരാതിയുമായി യുവതി. എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെട്ടേക്കാമെന്ന് സീന. ജോലി കളയാൻ വരെ ശ്രമമുണ്ട്. അപ്പൊ അമ്മേന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങള് മോളോടൊന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു, അവള് ഞാൻ പറഞ്ഞ അനുസരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 39 വയസ്സിലും ജീവിച്ചില്ലേ, ഇനിയിപ്പോ സത്യം പറഞ്ഞിട്ട് മരിക്കാനാണെങ്കിൽ അത് ഞാൻ സന്തോഷത്തോട് സ്വീകരിക്കാണ്. പക്ഷെ ഞാനാണ് പറഞ്ഞത്, അതിനുവേണ്ടി എന്റെ വീട്ടുകാർ ആക്രമിക്കപ്പെട്ടതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇവര് സ്കെച്ച് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അയാള് എപ്പോ ഇന്നല്ലേ നാളെ അല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് മരണം ഉറപ്പാണല്ലോ. ഞാൻ ഇത്രയും വർഷം അവിടെ ജീവിച്ചൊരു വ്യക്തിയായത് കാരണം എനിക്കറിയാലോ എന്താ സംഭവിക്കാം. അതേസമയം സ്ഫോടന കേസ് അന്വേഷണ ചുമതല തലശ്ശേരി ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ ഏൽപ്പിച്ചു. ജില്ലയിലെ ആളൊഴിഞ്ഞ വീടുകളും പറമ്പുകളും കേന്ദ്രീകരിച്ചുള്ള ബോംബ് സ്ക്വാഡിന്റെയും പോലീസിന്റെയും പരിശോധന തുടരും. 24 കണ്ണൂർ. പാലക്കാട് KSUവിൽ പൊട്ടിത്തെറി. ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി അടക്കമുള്ള നേതാക്കൾ രാജ്യസന്നദ്ധത അറിയിച്ചു. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയയാളെ ജില്ലാ വൈസ് പ്രസിഡന്റാക്കിയതിൽ പ്രതിഷേധിച്ചാണ് രാജി തീരുമാനം അറിയിച്ചത്.
കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പിൽ SFIയെ സഹായിക്കാൻ ശ്രമിച്ചതുൾപ്പെടെ നിരവധി സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ ഇബ്രാഹിം ബാദുഷയെ വൈസ് പ്രസിഡന്റ് ആക്കിയതിൽ പ്രതിഷേധിച്ചാണ് രാജി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത ഒരാളെ ഞാൻ പോലും അറിയാതെ പുനഃസംഘടന പൂർത്തീകരിച്ച ജില്ലയായിരുന്നു. വീണ്ടും അഡീഷണൽ ലിസ്റ്റ് ഇന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അത് ഞാൻ പോലും അറിയാതെയാണ് അത് പ്രഖ്യാപിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാജ്യസന്നദ്ധ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ നിതിൻ ഫാത്തിമ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അജാസ് കുഴൽമന്ദം, ഗൗജ വിജയകുമാർ എന്നിവരടക്കം 23 പേരാണ് നേതൃത്വത്തെ രാജ്യസന്നദ്ധത അറിയിച്ചത്. ഇന്ന് വന്ന പ്രഖ്യാപനത്തിൽ ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ സന്നദ്ധത മാറി അത് രാജി തന്നെ ആവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അത്ര നന്നായിട്ട് KSUവിന്റെ പ്രവർത്തനം ജില്ലയിൽ കൊണ്ടുപോകുന്ന പണിയെടുക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഓരോരുത്തരും. ഞങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് സംഘടന നശിപ്പിക്കുന്ന ഈ തീരുമാനത്തെ ഞങ്ങൾ ഒരു കാര്യത്തിലും അംഗീകരിക്കില്ല. തീരുമാനം മരവിപ്പിച്ചില്ലെങ്കിൽ സംഘടനയിൽ നിന്ന് രാജിവെച്ച് ക്യാമ്പസുകളിൽ സമാന്തര പ്രവർത്തനം നടത്തുമെന്നാണ് ഭാരവാഹികൾ പറയുന്നത്. അതേസമയം വിഷയം പരിഹരിക്കാൻ നേതൃത്വം നടപടികൾ തുടങ്ങിയതായാണ് വിവരം. 24 പാലക്കാട്. UDF യോഗത്തിൽ പ്രസംഗിക്കാൻ അവസരം നൽകാത്തതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് നീരസം. പ്രതിപക്ഷ നേതാവിന്റെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കാതെ രമേശ് ചെന്നിത്തല മടങ്ങി. ഘടകകക്ഷി നേതാക്കൾക്ക് ഉൾപ്പെടെ അവസരം നൽകിയപ്പോൾ രമേശ് ചെന്നിത്തലയെ തഴഞ്ഞു എന്നാണ് ആരോപണം. അതേസമയം രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചു എന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. പ്രസംഗിക്കാൻ ഇല്ലെന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തല ഒഴിഞ്ഞുമാറിയെന്നാണ് നേതൃത്വം വിശദീകരിക്കുന്നത്. ഭർതൃഹരി മഹ്താബിനെ പ്രോട്ടം സ്പീക്കറാക്കിയതിനെതിരെ കോൺഗ്രസ്. കീഴ്വഴക്കം ലംഘിച്ചാണ് നടപടിയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയത് എന്തിനാണെന്ന് KC വേണുഗോപാൽ ചോദിച്ചു. 8 തവണ MP-യായ കൊടിക്കുന്നിൽ സുരേഷിന് ചുമതല നൽകിയില്ല എന്ന് ജയറാം രമേശും കുറ്റപ്പെടുത്തി. കള്ളക്കുറിച്ചിയുടെ കണ്ണീർ. തമിഴ്നാട് കള്ളക്കുറിച്ചിയിലെ വിഷമദ്യ ദുരന്തത്തിൽ മരണം 43ആയി. 101 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇതിൽ 30 പേരുടെ ആരോഗ്യനില ഗുരുതരം എന്നാണ് റിപ്പോർട്ടുകൾ. സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച രാത്രിയുണ്ടായ ദുരന്തത്തിൽ ഇതുവരെ 25 പേർ കള്ളക്കുറിച്ചി ആശുപത്രിയിലും 10 പേർ സേലം ആശുപത്രിയിലും 4 പേർ വിഴിപ്പുരം ആശുപത്രിയിലും 3 പേർ പുതുച്ചേരി ജിപ്പർ ആശുപത്രിയിലുമാണ് മരിച്ചത്. 4 ആശുപത്രികളിലായി 101 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. കരുണാപുരത്ത് മരിച്ച 28 പേരുടെയും മൃതദേഹങ്ങൾ ഒരേയിടത്ത് സംസ്കരിച്ചു. മന്ത്രി ഉദയനിധി സ്റ്റാലിൻ, പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസാമി, BJP സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലൈ എന്നിവർ മരിച്ചവരുടെ വീടുകളിലെത്തി. CBCID അന്വേഷിക്കുന്നതിന് പുറമെ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചു. എന്നാൽ കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് BJP കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് 22-ന് ജില്ലാ ആസ്ഥാനങ്ങളിൽ സമരം സംഘടിപ്പിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലൈ പറഞ്ഞു. 24 കള്ളക്കുറിച്ചി. കള്ളക്കുറിച്ചി സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് S. ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഈ ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലുള്ളവരുടെ സ്ഥിതി എന്താണ്? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ ശ്രീകാന്ത്? ഞാനിപ്പോൾ നിൽക്കുന്നത് കള്ളക്കുറിച്ചി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് മുന്നിലാണ്. ഇവിടെയാണ് ഈ വിഷമദ്യ ദുരന്തത്തിന് ഇരകളായ ആളുകൾ ചികിത്സയിൽ കഴിയുന്നത്. ഏതാണ്ട് 101 ആളുകൾ ഇപ്പോഴും ചികിത്സയിലുണ്ട് എന്നുള്ളതാണ് സർക്കാരിന്റെ കണക്ക്. മാത്രമല്ല, ഇനിയിപ്പോൾ ഈ കള്ളക്കുറിച്ചി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളതിൽ 20 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. 16 പേർ ICUവിലാണ്, 4 പേർ വെന്റിലേറ്ററിൽ തുടരുന്നുണ്ട്. ഇവരുടെ എല്ലാം ആരോഗ്യസ്ഥിതി കൃത്യമായി ഈ ഡോക്ടർമാരുടെ സംഘം പരിശോധിച്ച് വരികയുമാണ്. വൈകുന്നേരവും ഡോക്ടർമാരുടെ പ്രത്യേക സംഘം ഇവരുടെ ആരോഗ്യനില കൃത്യമായി തന്നെ വിലയിരുത്തുകയും പരിശോധിക്കുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രതിപക്ഷ കക്ഷികളും ഇതിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. K അണ്ണാമലൈ BJP സംസ്ഥാന അധ്യക്ഷൻ ഇതിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്ത് നൽകി. എടപ്പാടി പളനിസ്വാമി പ്രതിപക്ഷ നേതാവ് ഇവിടെ എത്തി ഈ ദുരന്തബാധിതരായ ആളുകളെ സന്ദർശിച്ചു. ഒപ്പം തന്നെ അവരുടെ വീടുകളിലെത്തി, മരിച്ച ആളുകളുടെ വീടുകളിലെത്തി അവരുടെ കുടുംബത്തിൽപ്പെട്ടവരെ സാന്ത്വനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നടൻ വിജയ് അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിച്ചേർന്നു. ഉദയനിധി സ്റ്റാലിൻ ആശുപത്രിയിലെത്തി ചികിത്സയിൽ കഴിയുന്ന ആളുകളെ കണ്ടു, സംസാരിച്ചു. ഒപ്പം അവരുടെ കുടുംബത്തെ സമാശ്വസിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഏറ്റവും
ഇതിന്റെ തലപ്പത്തുള്ള ഈ മദ്യദുരന്തത്തിന് പ്രധാന കാരണക്കാരനായ വ്യക്തിയെ ഇനിയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ ദുരന്തത്തിന് ഇരയായ ആളുകൾ വ്യക്തമാക്കുന്നത്. അതിനാൽ തന്നെ അയാളുടെ അറസ്റ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. വൈകാതെ അത്തരത്തിൽ ആ അറസ്റ്റിലേക്ക് സർക്കാർ കടക്കും. ഈ പ്രശ്നത്തിന് പരിഹാരം കാണും എന്ന് പ്രതീക്ഷിക്കാം. എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. പ്രൈം ന്യൂസിലേക്ക് തിരികെ. 2020 ലോകകപ്പിലെ സൂപ്പർ 8 മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യ വിജയത്തിലേക്ക്. 182 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന അഫ്ഗാന് 7 വിക്കറ്റ് നഷ്ടമായി. സ്പോർട്സ് ഡെസ്കിൽ നിന്നിപ്പോൾ അനിൽ വാസുദേവ് വിവരങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. അനിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, സൂപ്പർ 8ലെ ആദ്യ പോരിൽ ഇന്ത്യ ജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 182 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന അഫ്ഗാനിസ്ഥാൻ 7 വിക്കറ്റ് നഷ്ടത്തിൽ 119 എന്ന നിലയിൽ പതറുകയാണ്. ഇപ്പോൾ അവർക്ക് 16 പന്തിൽ 63 റൺസ് എന്ന വിജയലക്ഷ്യമാണ് ഇനി ആവശ്യമായിട്ടുള്ളത്. അതൊരു തരത്തിലും സാധ്യമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അവർക്കിപ്പോൾ ക്രീസിലുള്ളത് നൂർ അഹമ്മദും റാഷിദ് ഖാനുമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ടൈലൻഡേഴ്സിന് ഒരുപക്ഷെ ഇത് മറികടക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇനി അവസാന ഘട്ടത്തിൽ റാഷിദ് ഖാൻ്റെ എന്തെങ്കിലും ഒരു ക്യാമിയോ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഈ ഒരു മത്സരത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുക. അതും വളരെയധികം സാധ്യത കുറവാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ ബൗളർമാരുടെ മികച്ച പ്രകടനം തന്നെയാണ് മത്സരത്തിൽ കണ്ടത്. എടുത്തു പറയേണ്ടത് ജസ്പ്രീത് ബുംറയുടെ പ്രകടനം തന്നെയാണ്. ഈ മത്സരത്തിലും 7 റൺസ് വഴങ്ങി വെറും 7 റൺസ് വഴങ്ങി 3 വിക്കറ്റാണ് ബുംറ വീഴ്ത്തിയത്. കുൽദീപ് യാദവ് ആദ്യമായി ഈ ലോകകപ്പിൽ കളിക്കുന്ന കുൽദീപ് യാദവ് 2 വിക്കറ്റും വീഴ്ത്തി. അങ്ങനെ അഫ്ഗാനെ ഇപ്പോൾ എറിഞ്ഞിടുന്ന കാഴ്ചയാണ് കണ്ടത്. നേരത്തെ സൂര്യകുമാർ യാദവിൻ്റെ അർദ്ധ സെഞ്ചുറിയുടെ മികവിലാണ് ഇന്ത്യ 181 എന്ന സ്കോറിലെത്തിയത്. രോഹിത്തിനെയും കോഹ്ലിയെയും ഋഷഭിനെയും എല്ലാം ആദ്യം തന്നെ പുറത്തായെങ്കിലും സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയും ഒത്തുചേർന്നതോടുകൂടിയ ഇന്ത്യ ഒരു മികച്ച ടോട്ടലിലേക്ക് പോവുകയായിരുന്നു. ഹാർദിക്കും അദ്ദേഹത്തിൻ്റെ IPLലെ മോശം പ്രകടനങ്ങൾക്കൊക്കെ ശേഷം ലോകകപ്പിലേക്ക് വരുമ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും സൂപ്പർ 8ലെ ആദ്യ മത്സരത്തിൽ തന്നെ ജയിക്കാനുള്ള ഒരു സാധ്യത കാണുന്നു. അല്ലെങ്കിൽ ജയത്തിലേക്ക് ഇന്ത്യ നീളുന്നു. അടുത്ത മത്സരം ബംഗ്ലാദേശിനെതിരെയാണ്. അതിൽ കൂടി ജയിച്ചാൽ ഇന്ത്യക്ക് സെമിയിലേക്ക് മുന്നേറാൻ സാധിക്കും. ഉന്മേഷ്, ശരി. അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. CSA സഭയ്ക്ക് കീഴിലുള്ള ദക്ഷിണ കേരള മഹാ ഇടവകയുടെ ഭരണപ്രതിസന്ധിയിൽ ഇടപെട്ട് ഹൈക്കോടതി. സുപ്രീം കോടതി വിധി വരുന്നതുവരെ ഇരുവിഭാഗത്തിനും അധികാരം ഉണ്ടായിരിക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. പള്ളിയുടെ നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കരുതെന്നും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ ഉത്തരവിൽ പറയുന്നു. ദക്ഷിണ കേരള മഹാ ഇടവകയുടെ സിനഡൽ സെക്രട്ടറിയായിരുന്ന പ്രവീൺ TT നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. സഭാതർക്കം രൂക്ഷമായതിനു പിന്നാലെ തിരുവനന്തപുരം LMS പള്ളി 1 മാസത്തോളമായി അടഞ്ഞുകിടക്കുകയാണ്. കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലായതിനാൽ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ ബെഞ്ച് ഹൈക്കോടതി ഹർജിയിലെ നടപടികൾ അവസാനിപ്പിച്ചു. പ്രൈം ന്യൂസിലേക്ക് തിരികെ. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിക്ക് ദാരുണാന്ത്യം. 5 തെങ്ങ് സ്വദേശി വിക്ടറാണ് മരിച്ചത്. മണിക്കൂറുകൾക്ക് ശേഷം അഴിമുഖത്തുണ്ടായ അപകടത്തിൽ മത്സ്യത്തൊഴിലാളിക്ക് പരിക്കേറ്റു. അപകടങ്ങൾ തടയാൻ ഉടൻ നടപടിയെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. അപകടത്തിൽപ്പെട്ടവരുടെ കാര്യത്തിൽ ഇടപെടുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അറിയിച്ചു. മണിക്കൂറുകളുടെ ഇടവേളയിൽ മുതലപ്പുഴ അഴിമുഖത്ത് ഇന്ന് 2 അപകടങ്ങൾ. പുലർച്ചെ 1:30-ക്കായിരുന്നു ആദ്യത്തെ അപകടം. മീൻപിടുത്തം കഴിഞ്ഞ് മടങ്ങിവരവെ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം തലകീഴായി മറിഞ്ഞു. 5 തെങ്ങ് സ്വദേശി വിക്ടറിന് ജീവൻ നഷ്ടമായി. ഒപ്പമുണ്ടായിരുന്ന 3 മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. മണിക്കൂറുകൾക്ക് ശേഷം പുലർച്ചെ 5:30-യോടെ രണ്ടാമത്തെ അപകടം. മീൻ പിടിക്കാൻ പോയ 5 തെങ്ങ് തോണിക്കടവ് സ്വദേശി വള്ളം മറിഞ്ഞ് തിരയിൽപ്പെടുകയായിരുന്നു. സ്റ്റാലിൻ നീന്തി രക്ഷപ്പെട്ടു. രക്ഷാപ്രവർത്തനത്തിന് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ സഹായം ലഭിച്ചില്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. മുതലപ്പുഴയിലുണ്ടാകുന്ന തുടർച്ചയായ അപകട മരണങ്ങളിൽ സർക്കാർ അവഗണന കാണിക്കുന്നുവെന്നാരോപിച്ച് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ നിയമസഭയിലേക്ക് മാർച്ച് നടത്തി. ഭരണാധികാരികളാണ് മുതലപ്പുഴയിലെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് ലത്തീൻ അതിരൂപത വികാരി ജനറൽ യൂജിൻ പെരേര കുറ്റപ്പെടുത്തി. ഈ സംസ്ഥാനത്തെ പൗരന്മാരുടെ ഭൂമിയും സ്വത്തും ജീവിതവും സംരക്ഷിക്കാമെന്ന് നമ്മുടെ ഭരണഘടനയിൽ തൊട്ട് വാഗ്ദാനം ചെയ്ത ഭരണാധികാരികളൊക്കെ സങ്കോചത്തോടുകൂടി ഇങ്ങനെ കൂച്ചുവിലങ്ങിട്ട ആളുകളെ പോലെ നിൽക്കുകയാണ്. മുതലപ്പുഴയിലെ പ്രശ്നം പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വ്യക്തമാക്കി. ഉടൻ തന്നെ ആ DPR പൂർത്തിയാക്കുകയും സ്ട്രക്ചറൽ ഡിസൈൻ പൂർത്തിയാക്കുകയും അത് സംസ്ഥാന സർക്കാരിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ദ്രുതഗതിയിൽ അതിനുള്ള അംഗീകാരം കൊടുക്കുകയും നടപടികൾക്ക് ശേഷം അംഗീകാരം കൊടുക്കുകയും അതിൻ്റെ ഫണ്ട് അനുവദിക്കുകയും ചെയ്യും. ദീർഘകാലാടിസ്ഥാനത്തിൽ പരിഹാരം കാണണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സെപ്റ്റംബറിൻ്റെ ഒടുവിൽ അത് ആരംഭിച്ച് ഒരു ഓൾ ടൈം സേഫ് സോൺ എന്ന് പറയുന്ന പ്രഖ്യാപനം നൽകാൻ അദാനിയുടെ
ഈ സമ്പ്രദായത്തിന് സാധിച്ചാൽ ഏറ്റവും വലിയ സമർപ്പണം അതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പ്രശ്നത്തിൽ അടിയന്തര പരിഹാരമുണ്ടാകണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. 24 തിരുവനന്തപുരം. മൈസൂരുവിൽ നിന്ന് ആരംഭിച്ച് ആഗോള ബ്രാൻഡായി വളർന്ന സൈക്കിൾ പ്യൂർ അഗർബത്തി 75 വയസ്സിന്റെ നിറവിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ക്വിക്ക് കൊമേഴ്സിംഗ് ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം രാജ്യത്തെമ്പാടുമായി 50ഓളം സ്റ്റോറുകൾ തുറക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് മാനേജിംഗ് ഡയറക്ടർ അർജുൻ രംഗ 24നോട് പറഞ്ഞു. സൈക്കിൾ 3-in-1 ലിയ ബ്രാൻഡുകൾക്ക് കേരളത്തിൽ 50% മാർക്കറ്റുണ്ടെന്നും കേരളവും തമിഴ്നാടുമാണ് അടിത്തറയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആയിരത്തി 1948 മൈസൂരുവിലെ കൂനൂരിൽ എൻ രംഗറാവു ഒരൊറ്റ മുറിയിൽ ആരംഭിച്ചതാണ് സൈക്കിൾ അഗർബത്തി നിർമ്മാണം. ഇന്ന് 75ലധികം രാജ്യങ്ങളിൽ വേരുകളുള്ള ആഗോള ബ്രാൻഡ്. 3ാം തലമുറയാണ് സാരഥ്യം ഏറ്റെടുത്തിരിക്കുന്നത്. കഠിന പ്രയത്നം, സാമ്പത്തിക അച്ചടക്കം, ചിട്ടയായ പ്രവർത്തനം, ഒപ്പം കുടുംബാംഗങ്ങളായി മാറിയ ജീവനക്കാർ. സ്ഥാപനം ഈ കാണുന്ന നിലയിലേക്ക് വളർന്നതിനു പിന്നിൽ നിരത്താൻ 3 തലമുറയുടെ കഷ്ടപ്പാടിൻ്റെ കഥയുണ്ട്. കേരള വിപണിയിലെ രാജാക്കന്മാരാണ് സൈക്കിൾ പ്യൂർ അഗർബത്തി ബ്രാൻഡുകളെന്ന് മാനേജിംഗ് ഡയറക്ടർ അർജുൻ രംഗ. We have almost a 50% market share with Cycle 3-in-1 and our Liya Agarbatti in Kerala. The people in Kerala appreciate quality. They have exposure to a lot of foreign products as well. So quality products is what sells the most in Kerala, and that's what gives us the satisfaction that we are the market leaders in Kerala as well. പ്രതിവർഷം ലോകമെമ്പാടുമായി വിൽക്കുന്നത് 12 ബില്യൺ അഗർബത്തി തിരികൾ. പാരമ്പര്യവും തനിമയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊപ്പം പുതുതലമുറയുടെ വിശ്വാസ്യതയും നേടിയെടുക്കുന്ന ബിസിനസ് ട്രിക്ക്. സൈക്കിൾ അഗർബത്തി ഉൽപ്പന്നങ്ങളുടെ ഓൺലൈൻ വിപണിയുടെ പ്രതിവർഷ വളർച്ച 100%. ഉൽപ്പന്നങ്ങൾ ഓർഡർ ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ കയ്യിൽ കിട്ടുന്ന ക്വിക്ക് കൊമേഴ്സ് സംവിധാനം വിപണിയുടെ തലവര മാറ്റുമെന്നും അർജുൻ രംഗ. I think in the long term, omni-channel is the future where customers will expect personalization of service. So we have Cycle.in e-commerce page with Cycle.in offline store that will give an integrated services as well as a product opportunity for consumers. So we will expand to at least 50 stores within the end of the year. വനിതാ ശാക്തീകരണ പദ്ധതികളും കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് സാമൂഹിക പ്രതിബദ്ധത തങ്ങളുടെ മുഖമുദ്രയെന്ന് കൂടി വ്യക്തമാക്കുന്നു സൈക്കിൾ പ്യൂർ അഗർബത്തി ഗ്രൂപ്പ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.